ഹലോ ഹായ്. അങ്ങനെ 2025 മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ സിനിമ കണ്ടിറങ്ങി. ID The Fake. അരുൺ ശിവവിലാസമാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ കലാഭവൻ ഷാജോൺ, ദിവ്യ പിള്ള, ജോണി ആൻ്റണി അങ്ങനെ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള സിനിമ. 2025 തുടക്കം ഇത്തിരി പ്രശ്നമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെ ഐഡൻറ്റിറ്റി കണ്ടിറങ്ങി, എനിക്കത്ര അങ്ങ് വർക്കായില്ല. ഇന്ന് ID The Fake എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങി. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ 2024 മലയാള സിനിമയുടെ എന്താ പറയുക ഒരു അപഗ്രഥനം എന്നുള്ള രീതിയിൽ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുള്ളതിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പടക്കം പൊട്ടിച്ചിട്ടുള്ള ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ. പടക്കങ്ങളുടെ രാജകുമാരൻ എന്ന് ഞാൻ പലതവണ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ വർഷവും 2025 തുടങ്ങുമ്പോൾ പടക്കം പൊട്ടിച്ചുകൊണ്ടാണ് ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയിട്ടുള്ളത്. ഒരു രീതിയിലും വർക്കാവാത്തൊരു സിനിമ. അവരുദ്ദേശിച്ചിട്ടുള്ള ത്രെഡ് ഗംഭീര ത്രെഡാണ്, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ത്രെഡാണ്. ആ ത്രെഡിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, സിനിമ ഒട്ടും വർക്കായിട്ടില്ല. എന്താ പറയുക, സ്ക്രിപ്റ്റിൽ അതുപോലെ തന്നെ ഡയലോഗ്സിലൊക്കെ ഭയങ്കരമായിട്ടുള്ള പാളിച്ച. ഡയലോഗൊക്കെ ഒരു ക്ലീശ ഡയലോഗുകളായിരുന്നു പൊതുവെ. പിന്നെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ധ്യാൻ ശ്രീനിവാസൻ്റെ ഇതിനു മുമ്പുള്ള പടക്കങ്ങളായിട്ടുള്ള സിനിമകളിൽ പോലും ധ്യാൻ ശ്രീനിവാസൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ധ്യാൻ ശ്രീനിവാസന് പെർഫോമൻസ് കൊണ്ട് പോലും എന്താ പറയുക വർക്കാവുന്നില്ല. ഒന്നാമത്തെ കേസ്, ധ്യാൻ ശ്രീനിവാസൻ ഇമോഷണൽ ഡാമേജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ധ്യാൻ ശ്രീനിവാസൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു നിർവികാരനായിട്ട് നടക്കുമ്പോൾ പോലും പെർഫോമൻസിൽ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ധ്യാൻ ശ്രീനിവാസന് കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്താ പറയുക, ഇമോഷണൽ ഡാമേജ് ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യന് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാര്യമില്ലാതെ വേണ്ടിടത്തും വേണ്ടാത്തിടത്തൊക്കെ ആവശ്യമില്ലാതെ മറ്റേ മങ്ങാത്ത സ്റ്റൈലിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിട്ട് ബിൽഡപ്പ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പെർഫോമൻസ് വൈസ് എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ദിവ്യ പിള്ളയുടെയും അതുപോലെ തന്നെ കലാഭവൻ ഷാജോൻ്റെയും പെർഫോമൻസ് ആണ്. ബാക്കി എല്ലാവരും എനിക്ക് പെർഫോമൻസ് വൈസ് എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. പിന്നെ വഴി കൂടെ പോണ ആളുകളൊക്കെ വെറുതെ പിടിച്ച് ഫ്രെയിമിലൊക്കെ നിർത്തിയിട്ടുണ്ട് ഒരു കാര്യമില്ലാതെ. ഉദാഹരണത്തിന് ഒരു സിനിമ ലൊക്കേഷൻ്റെ ഒരു സീനുണ്ട്. ആ സീനിൽ ഒരു ഫ്രെയിമിൽ ഒരു പെൺകുട്ടിയെ വെറുതെ ഒരു കാര്യമില്ലാതെ വെറുതെ പിടിച്ച് നിർത്തിയിട്ട് എന്നിട്ട് ആ പെൺകുട്ടി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. നമ്മളൊരു സിനിമ സെറ്റ് നമ്മൾ കാണുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് പലപ്പോഴും എന്താ പറയുക സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയത്. അതുപോലെ തന്നെ എഡിറ്റിങ്ങിൽ ഒരു പ്രശ്നം തോന്നിയിട്ടുള്ളത്, സിനിമ ആക്ഷനും കട്ടിനും ഇടയ്ക്ക് ഇവർ അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന കുറേ നിമിഷങ്ങളുണ്ട്. എന്താ വെച്ചാൽ, നമ്മൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് സൈലൻ്റ് ആയിട്ട് പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലയിടത്തും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ ബോറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എഡിറ്റിങ്ങിൽ പാളിപ്പോയതാണ്. പിന്നെ ഡയറക്ടറാണെങ്കിൽ അത് എന്താ പറയുക ശ്രദ്ധിച്ചിട്ടില്ല, വിട്ടുപോയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ടോട്ടലി ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിങ് ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ജോണി ആൻ്റണി ഉണ്ട് സിനിമയിൽ. ജോണി ആൻ്റണി എനിക്ക് തോന്നുന്നു വാ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കൂടെ പോരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ മിക്ക സിനിമകളിലും, പ്രത്യേകിച്ച് 2024 ഒട്ടുമിക്ക സിനിമകളിലും ജോണി ആൻ്റണി ഉണ്ട്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാ സിനിമകളിലും. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി സ്ക്രിപ്റ്റ് ഒന്നും കേൾക്കാതെ അങ്ങോട്ട് ചാടി പുറപ്പെടുകയാണെന്ന് തോന്നുന്നു. വണ്ടിയും കൊണ്ട് ചെന്ന് വാ ഒരു സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കയറി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് നിഹാൽ സാദിഖാണ്. എന്താ പറയുക, സ്കോർ അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഷാലു റഹീം ഉണ്ട് ഒരു പ്രധാന വേഷത്തിൽ, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ രണ്ടുപേരുടെ കൂട്ടത്തിൽ ഷാലു റഹീമും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഫൈസൽ അലി. ക്യാമറയും കുഴപ്പമില്ല, പക്ഷേ എഡിറ്റിങ് ഇത്തിരി മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ആണ് ഒരു സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബാഡ് അടിച്ചത്. കാരണം അനാവശ്യമായിട്ട് ഇങ്ങനെ പാസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്രസൻറ്റിൽ തന്നെ കഥ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇവരിത് ഒരു സീൻ കാണിച്ചിട്ട് പിന്നെ കുറച്ച് പാസ്റ്റ് പോവും, പിന്നെയും പ്രസൻറ്റിലോട്ട് വരും, പിന്നെയും പാസ്റ്റിലോട്ട് പോകും, പിന്നെ പ്രസൻറ്റിലോട്ട് പോകും. ഇതിങ്ങനെ കാണുന്നത് ഭയങ്കര അസഹനീയമായിട്ടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതുപോലെ തന്നെ ഒരു നഗ്നത കാണിക്കുന്ന ഒരു സീനുണ്ട്. ഫുൾ നേക്കഡായിട്ട് റോട്ടിൽ കൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ
ആളുകളൊക്കെ ഇങ്ങനെ നോക്കി ക്യാമറയിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീകളായിട്ടുള്ള ആൾ, ഒരു പുരുഷൻ നഗ്നനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ, ഫുൾ നേക്കഡായിട്ട് പോകുമ്പോൾ സ്ത്രീകളൊക്കെ അവിടെ നിന്ന് നോക്കി ഇങ്ങനെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക, ക്യാമറയിൽ പകർത്തുക, അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതോ പാരൽ വേൾഡിൽ നടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അമ്മാതിരിയുള്ള കോമഡി പരിപാടികളൊക്കെ ഉണ്ട്. അവരുദ്ദേശിച്ച അവർ എടുത്ത ഒരു ത്രെഡിനോട് എന്താ പറയുക, ആ സീരിയസ്നെസ്സിനോട് ഒരു നീതി പുലർത്താത്ത ഒരു മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. എനിക്ക് ഏതായാലും സിനിമ വർക്കായില്ല. 2025 തുടക്കം 2 സിനിമയും പാളിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ.